എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സോഫ്റ്റുമായിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. നല്ല ഒരു ടീ കേക്ക് തന്നെയാണ്. നമുക്ക് ചായക്കൊപ്പം സെർവ് ചെയ്യാനായിട്ട് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീ കേക്ക് തന്നെയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ഇത് തയ്യാറാക്കി എടുക്കാം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ. ഒരു ലേശം നേരം ഒന്ന് മെനക്കെടുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ വയറും നിറച്ച് കഴിക്കാനുള്ള ടീ കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കൂട്ടുകാരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. കണ്ടു നോക്കിയാലോ. ഈ ടീ കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചു വെക്കേണ്ടതുണ്ട്. ആദ്യം ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കണം. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ. 1/4 കപ്പ് അളവിൽ മൈദയാണ് ഞാൻ ഈ അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡറും, പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം. 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ വേണം. ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവ നല്ലതുപോലെ ഒന്ന് ഇടഞ്ഞെടുക്കണം. ഒരു 3 തവണയെങ്കിലും ഒന്ന് ഇടഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒരു 3 തവണ ഞാൻ ഇതുപോലെ അരിപ്പയിലൊന്ന് ഇടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. ഇനി ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ട ആവശ്യമുണ്ട്. 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. 3 മുട്ട ഞാൻ ഈ ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. അതോടൊപ്പം ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല. ഇനി നല്ലതുപോലെ ഈ മുട്ടയും പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഞാനിവിടെ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് മുട്ടയും പഞ്ചസാരയും കൂടെ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തടിത്തവി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചു പതപ്പിച്ചെടുക്കണം. മുട്ടയൊക്കെ എത്രത്തോളം നല്ല ക്രീമി ആയിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ആ കേക്കിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മുട്ടയുടെ ഫ്ലേവറൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. 1/3 കപ്പ് അളവിൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ നല്ല ഫ്ലഫി ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ ആ മൈദയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്പീഡ് നമ്മൾ ഏറ്റവും ഫസ്റ്റിലുള്ളൊരു സ്പീഡിലോട്ട് ആക്കിയിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് കട്ട് ഓഫ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓവർ ബീറ്റിംഗ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക മാത്രമേ ചെയ്യാവൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ടീ കേക്ക് റെസിപ്പിയാണ്. കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഒരു വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ നേരത്തെ നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് സെർവ് ചെയ്യാൻ നല്ല ഒരു ടീ കേക്ക് തന്നെ ഈ ഒരു രീതി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തപ്പോഴത്തേനും ബാറ്റർ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മൊത്തത്തിൽ ഒരു 6 ടേബിൾ സ്പൂൺ അളവിലോളം മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലും അതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. മൊത്തത്തിൽ ഞാൻ 6 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ബൗളും നല്ല ഡ്രൈ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേക്ക് ട്രേയിലോട്ട് ഈ ബാറ്റർ ഒഴിക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇതുപോലെ ആയിരിക്കണം. ഇതേ സമയം തന്നെ ഞാൻ ഓവനും പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ടാണ് ഈ ബാറ്റർ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാം. പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്ത ശേഷം ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി.
ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇനിയും പ്രീഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം. 180 ഡിഗ്രിയിൽ ഒരു 40 to 45 മിനിറ്റ്സ് ഒക്കെ എടുക്കും നമുക്കിതൊന്ന് ബേക്കായി വരാൻ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 45 മിനിറ്റ്സോളം എടുത്തു എനിക്ക് കേക്ക് ഒന്ന് ബേക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പറിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീ കേക്ക് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത്. നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, കണ്ടോ? ബേക്ക് ചെയ്ത് വരുമ്പോൾ അടിവശം ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ കേക്ക് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടീ കേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല സോഫ്റ്റാണ്, നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് നിങ്ങൾക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാം. മിൽക്ക് പൗഡർ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ. ഇനി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക്. ഈ ഒരു റെസിപ്പി നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ല ഒരു കേക്ക് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവച്ചത്. ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. കണ്ടോ, നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ടീ കേക്കാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കേക്ക് ഞാൻ തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഈ കേക്കിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണെന്ന്. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിന് ഓവനൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണെങ്കിലും പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിൽ നമുക്ക് ഇതുപോലെ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ആ കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ബേക്കറിയിൽ നിന്നൊന്നും ടീ കേക്കൊന്നും വാങ്ങിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു റെസിപ്പി നിങ്ങൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.